കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. പഴയന്നൂർ വടക്കേക്കര ശുദ്ധജല വിതരണ സമിതിയുടെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലയുന്നതായി ആക്ഷേപമുയർന്നു. പഴയന്നൂർ 18-ാം വാർഡിലെ ഭജനമഠം പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കടുത്ത വേനലിൽ ദാഹജലത്തിനായി ജലനിധിയെ ആശ്രയിക്കുന്ന പ്രദേശവാസികളാണ് കുടങ്ങളുമായി പ്രതിഷേധത്തിന് ഇറങ്ങിയത്. കനത്ത ചൂടിൽ കിണറുകളും ജലസംഭരണികളുമെല്ലാം വറ്റിത്തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പമ്പ് ചേരുന്ന പ്രദേശത്തെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം ലഭിക്കാതായിട്ട് നാളുകളായെന്ന് നാട്ടുകാർ പറയുന്നു. പൊതുകിണറുകളിലും ജലലഭ്യത കുറഞ്ഞതിനാൽ ഗ്രാമവാസികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ്. എന്നാൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ജനങ്ങൾ വെളിപ്പെടുത്തുന്നു. വർഷങ്ങളായിട്ട് ഇത് കാണുന്നതല്ലേ. ഇപ്പൊ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്നും ഇന്നലെ ഉള്ളവരല്ല. അവർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ നിൽക്കുന്ന വാർഡിലെ മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഈ വാർഡിൽ തന്നെ ഉള്ള മെമ്പർമാരാണ്. അവർക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളമില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ വീട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല. അത് മൈൻഡ് ചെയ്തവർ പോകണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വെള്ളമില്ല എന്നുള്ള രീതിക്ക് അവർ പോകുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ ഒരു പരിഹാരം എല്ലാത്തിനും വേണം. എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ 4 കിണറുണ്ട്, ഞങ്ങൾ ജലനിധി നടത്തുന്നുണ്ട്, കിണറുകളുണ്ട്, പണ്ട് കല കിണറിൽ വെള്ളം വേണം. അല്ലാതെ വെള്ളമില്ലാതെ ഒരു ജലനിധി എന്നൊരു പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല. പദ്ധതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെള്ളം വേണ്ടത് ഈ വേനൽക്കാലത്താണ്. വർഷകാലത്ത് മിക്കവാറും എല്ലാ വീട്ടിലും ചെറിയ ചെറിയ കിണറുകളുള്ളത് കൊണ്ട് എന്തായാലും കുറേശ്ശെ വെള്ളം കാണും. വേനലിൽ അവസാനമാകുമ്പോഴാണ് എല്ലാ വീട്ടിലേക്കും വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. ആ സമയത്ത് ഈ ജലനിധിയുടെ എല്ലാ കിണറുകളും പറ്റും. പിന്നെ ഇപ്പോൾ ജലനിധി കൊണ്ട് നമുക്കൊരു ഉപകാരം വേണമെന്ന് പറയുന്നത് ഈ വർഷക്കാലത്ത് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഒപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രതിവിധി എന്തായാലും അവർ കാണും. വേനൽക്കാലം ആകുമ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടർ അടിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം വരുന്ന വെള്ളം 4 ദിവസത്തേക്ക് ആക്കുക. ഇപ്പോൾ 4 ദിവസത്തിൽ വെള്ളം വന്നാലും 1 ദിവസത്തിൽ വെള്ളം വന്നാലും എല്ലാ വീട്ടിലും ഈ വെള്ളം എന്തായാലും യൂസ് ചെയ്യും. ഇപ്പോൾ 4 ദിവസം വന്നാലും 1 ദിവസം വന്നാലും എല്ലാ ദിവസവും വെള്ളം യൂസ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ 4 ദിവസമുള്ള പരിപാടി ഇല്ലാതെ എല്ലാ ദിവസവും ഡെയിലി അവരവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം വരാവുന്ന രൂപത്തിലൊരു വെള്ളത്തിനൊരു പ്രതിവിധി കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം. വർഷങ്ങളായി നേരിടുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന ജനപ്രതിനിധികൾ യാതൊരു പ്രതിവിധിയും കണ്ടെത്തുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. പൊതുകിണറുകൾ ഉണ്ടെങ്കിലും ചേറെടുക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതും എല്ലാം ജലലഭ്യത കുറയ്ക്കുന്നതിന് കാരണമായി. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഓരോ വീട്ടിലും നേരിടുന്നത്. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ഓരോ കുടുംബങ്ങളും ഭയങ്കരമായിട്ട് നമുക്ക് എന്നും പൈസ കൊടുത്ത് വണ്ടിയിൽ വെള്ളം അടിക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരും അല്ല. അന്നേക്കന്നേ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അതും കൂടി ഇല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനടക്കം ഇവിടെ നിന്ന് വീടും സ്ഥലം ഉണ്ടായിട്ട് വാടകയ്ക്ക് പോയിരിക്കേണ്ട അവസ്ഥയാണ്. അത്രയും വെള്ളമില്ലാതെ നരകം കൊള്ളാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. അതിന് ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കുടിവെള്ളം പഞ്ചായത്തിന് എങ്ങനെയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും ഓരോ വീട്ടുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു ഉപകാരമായിരിക്കും. കാരണം അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഏരിയയിലുള്ളവർ. അത് അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പുണ്യം തന്നെ അവർക്ക് കിട്ടും. കാരണം അത്രയും ബുദ്ധിമുട്ടിട്ടായിരിക്കണം ഓരോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കഴിയേണ്ട ഒരു അവസ്ഥയാണ്. ഈ നട്ട വേനൽക്കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ദുരന്തമാണ്. കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ കിടപ്പാടം ഉപേക്ഷിച്ച് വാടകയ്ക്ക് വീടെടുത്ത് മാറേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കന്നുകാലികളെ വളർത്തുന്നവരും ആകെ ദുരിതാവസ്ഥയിലാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങാൻ തയ്യാറായി പ്രദേശവാസികൾ മുന്നോട്ട് വന്നുവെങ്കിലും കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. 4 ദിവസത്തിൽ ഒരിക്കൽ കിട്ടുന്ന വെള്ളം കൊണ്ട് ഒരു വീട്ടിലെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അധികാരികളെ മുഴുവൻ സമീപിച്ചിട്ടും അനുകൂല നടപടികൾ ലഭിക്കാത്തതിന്റെ പ്രതിഷേധമായാണ് കാലിക്കുടങ്ങളുമായി വീട്ടമ്മമാർ രംഗത്തിറങ്ങിയത്. VCV ന്യൂസ്, പഴയന്നൂർ.